Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 3 പേർ മരിച്ചു. ദേശീയപാതയിൽ കുഞ്ചത്തൂർ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെ 10:50ഓടെയായിരുന്നു അപകടം. പഴയങ്ങാടി എരിപുരം ചെങ്ങൽ പഴയ JDC ഇറക്കത്തിൽ ടാങ്കർ ലോറിയിൽ നിന്ന് ഓയിൽ റോഡിലേക്ക് മറിഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് റോഡിൽ നിന്ന് ഓയിൽ നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. COA സ്ഥാപക നേതാവ് NH അൻവർ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത്, സൌത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. പയ്യന്നൂർ COA ഭവന് മുന്നിൽ COA ജില്ലാ ട്രഷറർ AV ശശികുമാർ പതാക ഉയർത്തി. എരിപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയുടെ സീറ്റുകൾ ഇളകിയ അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം പുതുക്കിപ്പണിയണമെന്ന് ആവശ്യം ശക്തമാവുന്നു. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന ഉണങ്ങിയ മരം കടപുഴകി വീണു. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്തിരുന്നത്. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 3 പേർ മരിച്ചു. ദേശീയപാതയിൽ കുഞ്ചത്തൂർ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെ 10:50ഓടെയായിരുന്നു അപകടം. ബംഗളൂരുവിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് കാറിൽ പോവുകയായിരുന്ന തൃശൂർ ഇരിങ്ങാലിക്കുട സ്വദേശികളായ ശിവകുമാർ, ശരത്ത്, സൗരവ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തു. ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി എരിപുരം ചെങ്ങൽ പഴയ JDC ഇറക്കത്തിൽ ടാങ്കർ ലോറിയിൽ നിന്ന് ഓയിൽ റോഡിലേക്ക് മറിഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് റോഡിൽ നിന്ന് ഓയിൽ നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. രാവിലെ 10 മണിയോടെയാണ് സംഭവം നടന്നത്. എരിപുരത്ത് നിന്ന് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി ചെങ്കുത്തായ ഇറക്കത്തിൽ ഓഫായി പോകുകയായിരുന്നു. ലോറിയിൽ നിന്ന് ഓവർഫ്ലോ ആയി ഓയിൽ റോഡിലേക്ക് മറിയുകയായിരുന്നു. ഇത് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ ഒലിച്ചിറങ്ങി. ഇതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതുവഴിയുള്ള ഗതാഗതം താറുമാറായി. അപകടമൊഴിവാക്കാൻ ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് നിരോധിച്ചു. പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി. റോഡ് കഴുകി വൃത്തിയാക്കി. നാട്ടുകാരുടെയും സിവിൽ ഡിഫൻസ് സേനയുടെയും നേതൃത്വത്തിൽ റോഡിൽ ചരൽമണ്ണ് വിതറി. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇതുവഴിയുള്ള യാത്ര ജനങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും സ്ഥലത്തെത്തിയ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ പറഞ്ഞു. എരിപുരത്ത് തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വലിയ ടാങ്കർ ലോറി, അതിൽ എഡിബിൾ ഓയിൽ എന്നാണുള്ളത്. അതിൽ ആ ഓയിൽ അങ്ങനെ മറിഞ്ഞ് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട്. 1-2 ആളുകൾ 2 ഭാഗത്തുനിന്നായിട്ട് വീണു. അപ്പോൾ ഏതായാലും ഫയർഫോഴ്സ് എത്തി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ ഓയിലിൻ്റെ ഇത് പോയില്ല. അപ്പോൾ അതിൻ്റെ അനന്തര നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിച്ചു വരുമല്ലോ. അപ്പോൾ ജനങ്ങളൊന്ന് ജാഗ്രത വേണ്ടി വരും.
എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം ചെങ്ങൽ റോഡ് വഴി വാഹന ഗതാഗതം വഴിതിരിച്ചുവിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. COA സ്ഥാപക നേതാവ് NH അൻവർ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത്, സൗത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. പയ്യന്നൂർ COA ഭവന് മുന്നിൽ COA ജില്ലാ ട്രഷറർ AV ശശികുമാർ പതാക ഉയർത്തി. മെയ് 7 കേബിൾ TV ദിനം. COA സ്ഥാപക നേതാവ് NH അൻവർ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത്, സൗത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. പയ്യന്നൂർ COA ഭവന് മുന്നിൽ COA ജില്ലാ ട്രഷറർ AV ശശികുമാർ പതാക ഉയർത്തി. COA സൗത്ത് മേഖലാ സെക്രട്ടറി പ്രഭാത് കുമാർ അധ്യക്ഷത വഹിച്ചു. നോർത്ത് മേഖലാ സെക്രട്ടറി KV രാജൻ സ്വാഗതം പറഞ്ഞു. ഉമേഷ് കുമാർ KP, CK പ്രദീപൻ, സതീഷ് കുമാർ MP, ശ്രീരഞ്ജ് P, VM സഹദേവൻ, മനോജ് കുമാർ CP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരിപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയുടെ സീറ്റുകൾ ഇളകിയ അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. മാടായി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ചതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പോലീസ് സ്റ്റേഷൻ സമീപത്ത് മുട്ടം വെങ്ങര ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രമാണിത്. ഇതിനു മുകളിലെ ഷീറ്റുകൾ ഇളകിയ അവസ്ഥയാണ്. ഏത് സമയവും ഇത് താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രം നേരത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ചിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ തൂണ് തകർന്നു വീണിരുന്നു. ഇവ ചെങ്കല്ലുകൊണ്ട് താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ചുറ്റും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ അവസ്ഥയുമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ബാഗുകളിൽ കുത്തിനിറച്ച് ഇതിന് സമീപത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മാടായിക്കാവ് വടുകുന്ത ശിവക്ഷേത്രം, മാടായി കോളേജ്, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള യാത്രക്കാർ ഈ ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കാറുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കിപ്പണിയുകയും പ്രദേശം ശുചിയാക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മഴ വരുന്ന സമയത്താണ് കുട്ടികളെ കാത്തിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടാകും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗം മുറിച്ച് മാറ്റാൻ ശ്രമിക്കുക. ഒരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തിനിന്ന ഉണങ്ങിയ മരം കടപുഴകി വീണു. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്തിരുന്നത്. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്തിരുന്നത്. ഒരു വർഷത്തോളമായി മരം ഉണങ്ങി ചിതൽ കയറി ഏത് നിമിഷവും വീഴാറായ നിലയായിട്ട്. മരത്തിന്റെ അപകട ഭീഷണിയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ മരം മുറിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയാണ് കൂറ്റൻ മരം കടപുഴകി വീണത്. റോഡിന് കുറുകെ വൈദ്യുതി ലൈനിൽ തങ്ങിയാണ് മരം വീണത്. സംഭവ സമയം ഇതുവഴി കടന്നുപോയ ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരത്തിന്റെ ശാഖ പതിച്ചത്. മരത്തിന്റെ ശാഖ പതിച്ച ഓട്ടോ പൂർണ്ണമായും തകർന്നു. പേരൂലിലെ സുരേഷ് ബാബുവിന്റെ ഓട്ടോയാണ് തകർന്നത്. മലയാളത്തെ ബസ്സാലേക്ക് ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം പെട്ടെന്ന് ഈ മരം പൊട്ടി വീണത്. ചെറിയൊരു ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഈ വണ്ടി കംപ്ലീറ്റ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഈ മരം മുറിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം അതിൻ്റെ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഇത് മുറിച്ചു മാറ്റിയിട്ടില്ല. അതാണ് അപകടത്തിന് കാരണമായത്. ഓട്ടോയിലുണ്ടായിരുന്ന യാത്രികൻ പേരൂരിലെ പത്മകുമാറിന് നിസ്സാര പരിക്ക് പറ്റി. ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്തിരുന്നത്. ഇടയ്ക്കിടെ മരത്തിന്റെ ചില്ലകൾ പൊട്ടി വീഴുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിരവധി തവണ PWD അധികൃതരോട് പരാതി നൽകിയിട്ടും മരം മുറിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് വാർഡ് മെമ്പർ PV വിജയൻ പറഞ്ഞു. മാതമംഗലം മാത്തൽ റോഡിൽ 3 മരങ്ങൾ ഇതേപോലെ ഏത് നിമിഷവും പൊട്ടിപ്പൊളിഞ്ഞ് വീണ് നശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഈ വകുപ്പ് ഇത് ഒരു കാര്യമായി എടുക്കാതെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സ്വന്തം ജീവിതം പണയം വെച്ചാണ് അയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. സ്വയം തൊഴിൽ ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റുന്ന അയാളുടെ വണ്ടി നശിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന ഉത്തരവാദപ്പെട്ട ആൾക്കാർ അതിന് വേണ്ടുന്ന നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
സംഭവ സമയം റോഡിൽ അധികം വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പെരിങ്ങോത്ത് നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചു നീക്കിയത്. 1.5 മണിക്കൂറോളം മാതമംഗലം പിലാത്തറ റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂരിലെ മുതിർന്ന അഭിഭാഷകനും ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും രാമന്തളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് കെ കുഞ്ഞികൃഷ്ണൻ നിര്യാതനായി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ രാമന്തളി സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. പയ്യന്നൂരിലെ മുതിർന്ന അഭിഭാഷകനും ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റും രാമന്തളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് കെ കുഞ്ഞികൃഷ്ണൻ അന്തരിച്ചു. മൃതദേഹം മെയ് 8 ബുധനാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് രാമന്തളി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലും പൊതുദർശനം നടക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ രാമന്തളി സമുദായ ശ്മശാനത്തിൽ സംസ്കരിക്കും. ഭാര്യ ഹേമലത, ധന്യലക്ഷ്മി, പാർവതി എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മകളുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച് പിതാവും സുഹൃത്തും. മാതമംഗലം പേരൂലിലെ അടുക്കാടൻ രവീന്ദ്രൻ, ഭാര്യ ലീല എന്നിവരെയാണ് രവീന്ദ്രന്റെ മകന്റെ ഭാര്യാപിതാവ് ഇട്ടമ്മൽ പവിത്രനും സുഹൃത്ത് പെടച്ചി വിനോദും ചേർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മകൾ അയൽവാസിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിലെ വൈരാഗ്യത്തിന് മരുമകന്റെ മാതാപിതാക്കളെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച പിതാവിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാതമംഗലം പേരൂരിലെ അടുക്കാടൻ രവീന്ദ്രൻ, ഭാര്യ ലീല എന്നിവരെയാണ് തിങ്കളാഴ്ച വൈകിട്ട് രവീന്ദ്രന്റെ മകന്റെ ഭാര്യാപിതാവും അയൽക്കാരനുമായ ഇട്ടമ്മൽ പവിത്രനും സുഹൃത്ത് പെടച്ചി വിനോദും ചേർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ലീലയെയും ഭർത്താവ് രവീന്ദ്രനെയും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പവിത്രന്റെ മകൾ ഏതാനും നാളുകൾക്ക് മുൻപാണ് രവീന്ദ്രന്റെ മകനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഈ വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്ന പവിത്രൻ ആ വൈരാഗ്യത്തിലാണ് രവീന്ദ്രനെയും കുടുംബത്തെയും ആക്രമിച്ചത് എന്ന് പറയുന്നു. ഇരുവരെയും പെരുങ്ങോം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂർ പടന്ന തെക്കേക്കാട്ടിൽ വീട്ടമ്മയുടെ സ്കൂട്ടർ തീയിട്ടു നശിപ്പിച്ചു. കാട്ടിപ്പൊയിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റ് തെക്കേക്കാട്ടിലെ പി രവിയുടെ ഭാര്യ കെ പ്രീജയുടെ സ്കൂട്ടറാണ് വീട്ടുമുറ്റത്ത് കത്തി നശിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:15 സംഭവം. ശബ്ദവും തീയും കണ്ട് ഉറക്കമുണർന്ന വീട്ടുകാരും പരിസരവാസികളും ചേർന്ന് ഹോസ് ഉപയോഗിച്ച് വെള്ളമൊഴിച്ച് തീ അണക്കുകയായിരുന്നു. അപ്പോഴേക്കും സ്കൂട്ടറിന്റെ സീറ്റും മുൻവശവും കത്തിയമർന്നിരുന്നു. ഗ്യാസ് സിലിണ്ടർ വരാന്തയിലുണ്ടായിരുന്നു. അതിലേക്ക് തീ പടരാതിരുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി. സംഭവത്തിന് നേതൃത്വം നൽകിയ 3 പേരെ വീട്ടമ്മ കണ്ടതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. ഏതൊരു മനുഷ്യനും ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിൻ്റെ പരമാവധി ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. ഇത് 3ാമത്തെ പ്രാവശ്യം എൻ്റെ വീടിന് നേരെയും എൻ്റെ വണ്ടിക്ക് നേരെ ആക്രമണമുണ്ട്. ഫസ്റ്റ് ഒക്ടോബറിൽ ഒരു പ്രാവശ്യം കരിയോലൊഴിച്ച് വണ്ടി കുത്തിക്കയറി. ഞാൻ നന്നാക്കി കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ വണ്ടി കുത്തിക്കയറി. ഇതിപ്പോൾ വീണ്ടും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാണ്. എന്തിനു മാത്രം എന്ത് പ്രശ്നം എന്തെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര മാനസികമായിട്ട് ഞാനും എൻ്റെ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഞാൻ ചെന്തേര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആളെ കണ്ടതാണ്. ഇതിന് നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടന്നെ തെക്കേക്കാട്ടിൽ മുത്തപ്പൻ മടപ്പുര നിർമ്മാണത്തിന് ശേഷം കഴിഞ്ഞ 4 വർഷത്തോളമായി CPMലെ ഇരുവിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് നിരവധി തവണ ഏറ്റുമുട്ടലും സംഘർഷവും നടന്നിരുന്നു. മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് 1 വർഷത്തിലധികമായി പോലീസ് കാവലുമുണ്ടായിരുന്നു. CPM വിമത വിഭാഗത്തിലെ കുടുംബത്തിന്റെ വീട്ടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ഇവരുടെ സ്കൂട്ടറിന് നേരെ 3ാം തവണയാണ് ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യം സ്കൂട്ടറിന്റെ സീറ്റും മറ്റും കുത്തിക്കീറി നശിപ്പിക്കുകയും 2 ആഴ്ച കഴിഞ്ഞ് സ്കൂട്ടറിനും വീടിനും നേരെ ബലൂണുകളിൽ കരിയോയിൽ നിറച്ച് എറിഞ്ഞ് വികൃതമാക്കുകയും ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാവിക അക്കാദമിയിലെ പരിശീലനത്തിനിടെ സ്ഫോടന പ്രകമ്പനത്തിൽ കേടുപാടുകൾ സംഭവിച്ച എട്ടിക്കുളത്തെ വീടുകളുടെ ഉടമകളെ സഹായിക്കുമെന്ന് നേവൽ അക്കാദമി അധികൃതർ അറിയിച്ചു. നേവൽ അക്കാദമി അധികൃതർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നാവിക അക്കാദമി ഉദ്യോഗസ്ഥർ പ്രദേശത്തെ ജനപ്രതിനിധികൾക്കൊപ്പം കേടുപാടുകൾ സംഭവിച്ച വീടുകൾ സന്ദർശിച്ചു. തുടർന്ന് അക്കാദമി അധികൃതർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് സ്ഫോടന പ്രകമ്പനത്തിൽ കേടുപാടുകൾ സംഭവിച്ച എട്ടിക്കുളത്തെ വീടുകളുടെ ഉടമകളെ സഹായിക്കുമെന്ന് നേവൽ അധികൃതർ അറിയിച്ചത്. പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു:
നാവിക പരിശീലന പ്രവർത്തനങ്ങൾ മൂലം ഏഴിമലയിലെ എട്ടിക്കുളം വില്ലേജിലെ ഏതാനും വീടുകൾക്കുണ്ടായ ചെറിയ നാശനഷ്ടങ്ങളുടെ വിവരം INS സമുദ്രിയിലെ പ്രാദേശിക നാവിക അധികാരികളെ അറിയിച്ചു. ആശങ്കകൾ കണക്കിലെടുത്ത് നാവികസേനാ സംഘം ഗ്രാമത്തിന്റെ പ്രതിനിധികൾക്കൊപ്പം ദുരിതബാധിത വീടുകൾ സന്ദർശിച്ചു. നാശനഷ്ടത്തിന്റെ കാരണം വിശകലനം ചെയ്തു. ഈ വിഷയത്തിൽ പൂർണ്ണമായ സഹകരണവും സഹായവും ഇന്ത്യൻ നാവികസേന നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വരൾച്ച മൂലം കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി. എരമം കുറ്റൂർ പഞ്ചായത്തിലെ എരമം ഭാഗത്താണ് കുരുമുളക് കൃഷി വ്യാപകമായി കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നത്. എരമം വില്ലേജിൽ KV കരുണാകരൻ, അനിൽകുമാർ S, ബിന്ദു, കുഞ്ഞിരാമൻ, ഗംഗാധരൻ എന്നീ കർഷകരുടെ കുരുമുളക് കൃഷിയാണ് നശിച്ചുപോയത്. ഈ കൃഷിയിടങ്ങൾ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സജീഷ് കുമാർ, പയ്യന്നൂർ കൃഷി ഓഫീസർ ഷീന, എരമംകുറ്റൂർ കൃഷിഭവൻ ജീവനക്കാരായ T കൃഷ്ണപ്രസാദ്, T തമ്പാൻ, TP സതീശൻ, O ജ്യോതി എന്നിവർ സന്ദർശിച്ചു. വിളനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ള ഫ്ലക്സുകളും ബോർഡുകളും നീക്കം ചെയ്യാനുള്ള അവസാന ദിനമായിട്ടും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ബോർഡുകൾ നീക്കിയിട്ടില്ല. പയ്യന്നൂർ മേഖലയിൽ 3 മുന്നണികളും ഒരു ബോർഡും ഇതുവരെ നീക്കിയിട്ടില്ല. പാർട്ടികൾ 7 ദിവസത്തിനകം ബോർഡുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസറാണ് നിർദ്ദേശം നൽകിയിരുന്നത്. പോളി എത്തിലിൻ ബോർഡുകളും ബാനറുകളും റീസൈക്കിൾ ചെയ്യുന്നതിനായി അവ പ്രിന്റ് ചെയ്തു നൽകിയ സ്ഥാപനങ്ങൾക്കോ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകിയോ കൈമാറുന്നുണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് തലത്തിൽ ഉറപ്പുവരുത്തണമെന്നും നിശ്ചിത കാലയളവിനുള്ളിൽ നീക്കം ചെയ്യാത്തവ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് ഇതിന് ചിലവാകുന്ന തുക ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പയ്യന്നൂർ മേഖലയിൽ 3 മുന്നണികളും ബോർഡുകളൊന്നും നീക്കിയിട്ടില്ല. പരസ്യ ഏജൻസികൾ വാടകയ്ക്ക് നൽകുന്ന ബോർഡുകളിലെ തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. റോഡരികുകളിൽ വെച്ച ബോർഡുകളും മാറ്റിയിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിസാര കാര്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹമായി മലയാളികളിൽ ഏറെയും മാറിപ്പോയെന്ന് സുനിൽ P ഇളയിടം. ചെറുപ്പാറയിൽ നെറ്റ്വർക്ക് ചാനലുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറിയ കാര്യങ്ങൾ അഭിരമിക്കുന്നു എന്നുള്ളതൊരു കുറ്റമായിട്ട് പറഞ്ഞുകൂടാ. ഞാൻ ചെറിയ കാര്യങ്ങളെക്കാൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ എന്താ പറയുക, ഒരുതരം നിസ്സാരതകളിൽ തലവയ്ക്കുകയും ജീവിതത്തെ സംബന്ധിക്കുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ പൊതു അന്തരീക്ഷത്തിൽ ചർച്ചയാകാതെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു ശരിയാണ്. അത് ഞാൻ ചെറിയ കാര്യങ്ങൾ എന്നതിനേക്കാൾ ഞാനതിനെ നമ്മളിപ്പോൾ ഒരു ട്രിവിയൽ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, ക്ഷുദ്രം എന്നോ നിസ്സാരം എന്നോ ഒക്കെ ആയ അതിൻ്റെ ഒരു വല്ലാത്ത തിമർപ്പ് ഇപ്പോഴുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, പൊതുമാധ്യമങ്ങളിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ 2 ദിവസത്തെ മാത്രം ജീവിതമുള്ള അപ്പം ഉണ്ടാവുന്ന കൗതുകങ്ങൾ, വിവാദങ്ങൾ, ഇതൊക്കെ വൻ പ്രശ്നങ്ങളായി തീരുകയും എന്നാൽ നമ്മുടെ ജീവിതത്തെ വളരെ അടിസ്ഥാനപരമായി സ്പർശിക്കുന്ന അത്ര ഗൗരവമുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്ന നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. ആ നിലയിൽ അതൊരു ഗൗരവമുള്ള പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ചെറുത് എന്നുള്ളതിനേക്കാൾ ഒരുതരം നിസ്സാരീകരണം, എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുക എന്നുള്ളൊരു പ്രവണതയുണ്ട്. അമിതഭാരം കയറ്റിയുള്ള മരണപ്പാച്ചിൽ അവസാനിപ്പിക്കണമെന്നും നിയമം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ തടഞ്ഞു. നിയമം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ വിതരണം ചെയ്തുമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കരിങ്കൽ ക്വാറികളിൽ നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞ് അമിതഭാരം കയറ്റരുതെന്നും അമിതവേഗം പാടില്ലെന്നും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാരെ ഓർമ്മിപ്പിച്ചു. വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കരുതെന്നും കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമ്മൽ, ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള, P മിഥുൻ, TP ശ്രീനിഷ്, ബിബിൻ രാജ്, M ഡെൽജോ, K സാജു, M സന്ദീപ്, അമൽ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ കലാ അവതരണം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രശസ്ത ഗായികയും സംഗീത അധ്യാപികയുമായ ശ്രീകല പ്രേംനാഥിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത്. ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സൗജന്യമായാണ് കർണാട്ടിക് സംഗീതത്തിൽ പരിശീലനം നൽകി വരുന്നത്. 20ഓളം കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത്. ഇവരുടെ അരങ്ങേറ്റം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മികച്ച രീതിയിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ക്ഷേത്രകലാ അക്കാദമിയിലെ സംഗീത വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ശ്രീകല പ്രേംനാഥിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത്. ക്ഷേത്രകലാ അക്കാദമിയുടെ ചെയർമാൻ ഡോക്ടർ സി രാമചന്ദ്രൻ, സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് എന്നിവരാണ് ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി സംഗീത അധ്യാപിക ശ്രീകല പ്രേംനാഥിനെ ഉപഹാരം നൽകി ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അധ്യാപക ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും സമുന്നത നേതാവുമായ കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ ചരമവാർഷിക ദിനം ആചരിച്ചു. കട്ടച്ചേരിയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അധ്യാപക ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും ആദ്യകാല സംഘാടകനായിരുന്ന കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്ററുടെ 37ാം ചരമവാർഷിക ദിനം കടിഞ്ഞിയിൽ നാരായണൻ മാസ്റ്റർ സ്മാരക വായനശാല പരിസരത്ത് വെച്ച് നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. പ്രകാശൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മുടെ നാടിനെ സംബന്ധിച്ച് എത്രമാത്രം സവിശേഷവും സുപ്രധാനവുമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ദീർഘമായി അത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടും സുദീർഘമായ ഒരു സംസാരം അനാവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ രാജ്യം ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇത്രയേറെ ഗൗരവത്തോടെ ഇന്ത്യ രാജ്യം ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാലം സമീപ സന്ദർഭങ്ങളിൽ നിന്നും സാർവദേശീയ രംഗത്തുണ്ടായിട്ടുണ്ട് എന്ന് പറയാനാവില്ല. P. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ്, K. നാരായണൻ, P. രമേശൻ, കൂത്തൂർ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോറോ മുക്കോത്തടം സ്കൂളിലെ LSS പരീക്ഷയിൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളെയും വിജയികളെയും അനുമോദിച്ചു. T. മധുസൂദനൻ MLA അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കോറോ മുക്കോത്തടം LP സ്കൂളിലെ കുട്ടികൾക്കും വിജയികൾക്കുമുള്ള അനുമോദനവും വിളംബര ഘോഷയാത്രയും നടന്നു. T. മധുസൂദനൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പക്ഷെ പലപ്പോഴും ഭാഷയിലായാലും ഗണിത, സയൻസ് അതുപോലുള്ള വിഷയങ്ങളിലായാലും അടിസ്ഥാന ധാരണ കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് കോവിഡ് ഘട്ടം അതിൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ച് വലിയ നമുക്ക് കാണാൻ ഒരു കാര്യം. അതുകൊണ്ട് ഇവരുടെ വിജയം വളരെ ഗംഭീരമാണ്. അതൊക്കെ എല്ലാവർക്കും ഒരു മുല്ലപ്പൂ മാറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. P. രത്നാകരൻ, KC പ്രകാശൻ, MK ജോഷി, സുജ ജോഷി, AV ജലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുപാറ രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി അനുസ്മരണം കനലണയാത്ത ഓർമ്മകൾ സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ സുനിൽ പി ഇളയിടം അനുസ്മരണ ഭാഷണം നടത്തി. ആലപ്പടമ്പ് ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി അനുസ്മരണം നടന്നു. കനലണയാത്ത ഓർമ്മകൾ എന്ന പേരിൽ നടന്ന പരിപാടി പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. സൗന്ദര്യം ഭൂതകാലത്തിന് പകർന്നു നൽകി നമ്മുടെ കാലം വളരെ മോശമാണ് എന്ന പ്രതീതി ഉളവാക്കിക്കൊണ്ടൊക്കെ സംസാരിക്കാം. അത് ധാരാളമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഭൂതകാലത്തെ അങ്ങനെ ആദർശവൽക്കരിക്കുന്നത് നമ്മുടെ കാലത്ത് നാം ചെയ്യേണ്ട പ്രവൃത്തികൾ ഏറ്റെടുക്കാതിരിക്കുന്നതിനുള്ള ന്യായമായി പോലും പലപ്പോഴും ഉന്നയിക്കപ്പെട്ട് കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടം അതിൽ തന്നെ സമ്പൂർണമായി ശുദ്ധവും മറ്റൊരു ഘട്ടം സമ്പൂർണമായി പോരായ്മകൾ നിറഞ്ഞതും ആയിട്ടൊന്നും ഇല്ല. ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി K ശിവകുമാർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KK സന്ദീപ്, P ശശിധരൻ, T വിജയൻ, PV ബാലൻ, ദിവാകരൻ മാസ്റ്റർ, K ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രവി ഏഴോം സംവിധാനം നിർവഹിച്ച രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയം അവതരിപ്പിച്ച ജാലകം സംഗീതശില്പം അരങ്ങേറി. തുടർന്ന് രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദി അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരിച്ചു. പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആലോചനാ യോഗം പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന അവലോകന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ അത്ര ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു 25% കച്ചവടക്കാരായാലും ശരി, കുടുംബങ്ങളുമായാലും ശരി, വേണ്ടത്ര രീതിയിൽ ഇതിനോട് സഹകരിക്കാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അത് നിയമപരമായി തന്നെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അത് നമ്മുടെ ഹരിതകർമ്മസേനക്ക് കൈമാറാനുള്ള നിയമപരമായി തന്നെ ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട്. ഒരു യൂസർ ഫീ എല്ലാവർക്കും നൽകുകയും ചെയ്യും. അവരെല്ലാ മാസവും ഇപ്പോൾ എല്ലാ വീടുകളും വരുന്നുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഞങ്ങൾ ഒരു അവലോകനം നടത്തിയപ്പോൾ വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, MD സബിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KM ശോഭ, ദിലീപ്, സുരേഷ് ബാബു, JH ഷനോജ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സ്കൂൾ പ്രധാന അധ്യാപകർ, വിവിധ സ്ഥാപന മേധാവികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സമന്വയ പെരളം ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചുമായി സഹകരിച്ച് സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി പെരളം പ്രദേശത്തെ കിടപ്പിലായ വ്യക്തികളുടെ ഗൃഹസന്ദർശനം, ദന്തപരിശോധനയും ജീവിതശൈലി രോഗനിർണയവും നടത്തി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരളത്തെ KE കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ഭവനത്തിൽ വെച്ച് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു കിടപ്പിലായ വ്യക്തികളുടെ ഗൃഹസന്ദർശന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരളം പ്രദേശത്തെ മുതിർന്ന അംഗമായ EK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരെ ആദ്യ പരിശോധന നടത്തി. പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലെയും പാലിയേറ്റീവ് രോഗികളെയും അങ്കണവാടി കുട്ടികളുടെയും ദന്താരോഗ്യ പരിശോധനയ്ക്ക് ദന്തൽ അസോസിയേഷന്റെ സഹകരണമുണ്ടാകണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. കേരളം മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നത്. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നവരാണ് നമ്മൾ. അതിനേക്കാൾ അപ്പുറത്ത് ഇതുപോലുള്ള കൂട്ടായ്മ സജീവമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പം ജീവിതശൈലി രോഗനിർണയം അത് നമുക്കറിയാം. നമ്മളെ ആരോഗ്യ പ്രവർത്തകർ എല്ലാ വാർഡുകളിലും ആഴ്ചയിൽ ഒരു ദിവസം. IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രതീഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ പ്രഭാത വിഷയാവതരണം നടത്തി. പരിശോധിക്കപ്പെടുന്ന എല്ലാവർക്കും ദന്തൽ ഉപകരണങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പ്രദേശത്തെ 16 പേരുടെ ഗൃഹസന്ദർശനം നടത്തി ദന്താരോഗ്യ പരിശോധന നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ C ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ PV രമേശൻ, ഡോക്ടർ PK ജയകൃഷ്ണൻ, ഡോക്ടർ ശ്രീകുമാർ, സമന്വയ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സെക്രട്ടറി M ദാമോദരൻ മാസ്റ്റർ, KT ജയപ്രകാശ്, K മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ദന്തൽ സർജന്മാരായ PK ജയകൃഷ്ണൻ, C ശ്രീകുമാർ, T പ്രഭാത്, വിജയനാഥ്,
നമിത സുനിൽ, ശ്യാംപ്രസാദ് എന്നിവർ സാന്ത്വനം ദന്താരോഗ്യ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുതാഴം പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ മുക്ത ബോധവൽക്കരണ പരിപാടി ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പയ്യന്നൂർ TB യൂണിറ്റ് STLS AG ഷാഹിന വിഷയാവതരണം നടത്തി. ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രം, ചെറുതാഴം പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെറുതാഴം പഞ്ചായത്ത് ഹാളിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ TB യൂണിറ്റ് STLS AG ഷഹീന വിഷയാവതരണം നടത്തി. നമ്മുടെ ഇതേപോലെയുള്ള ടീച്ചിങ് വരെ അടുത്ത 3 മാസത്തിന് ശേഷമായിരിക്കും. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഒരു 500എങ്കിലും ആൾക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് എല്ലാവരുടെയും സഹകരണം വേണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ടാർഗറ്റിലോട്ട് എത്താൻ പറ്റൂ. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. JJ ഷനൂജ് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 3 പേർ മരിച്ചു. ദേശീയപാതയിൽ കുഞ്ചത്തൂർ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാവിലെ 10:50ഓടെയായിരുന്നു അപകടം. പഴയങ്ങാടി എരിപുരം ചെങ്ങൽ പഴയ JDC ഇറക്കത്തിൽ ടാങ്കർ ലോറിയിൽ നിന്ന് ഓയിൽ റോഡിലേക്ക് മറിഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് റോഡിൽ നിന്ന് ഓയിൽ നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. COA സ്ഥാപക നേതാവ് NH അൻവർ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത്, സൌത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. പയ്യന്നൂർ COA ഭവന് മുന്നിൽ COA ജില്ലാ ട്രഷറർ AV ശശികുമാർ പതാക ഉയർത്തി. എരിപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയുടെ സീറ്റുകൾ ഇളകിയ അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം പുതുക്കിപ്പണിയണമെന്ന് ആവശ്യം ശക്തമാവുന്നു. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന ഉണങ്ങിയ മരം കടപുഴകി വീണു. പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്തിരുന്നത്. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.